Focus. Presented by Gulf Brothers Hair Fixing. Wipe your baldness forever. And powered by Azizia Organic World. RS Group Focus. This program is brought to you by Chembaga Group of Institution and Vivekananda Memorial Public School. Co-powered by RS Group in association with Pace Group, Grand Hyper, Kuwait. Periyar Rice. Sharavana Instant Cook. Quality without compromise. നിങ്ങൾ ജീവിതത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സമയം പാഴാക്കരുത്. കാരണം ഈ സമയമാണ് നിങ്ങളുടെ ജീവിതം. ഫോക്കസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഡനാട്ട് ഗ്രൂപ്പ് പ്രവാസി വിശേഷം. നമസ്കാരം. ഡനാട്ട് ഗ്രൂപ്പ് പ്രവാസി വിശേഷത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പ്രവാസി വിശേഷത്തിൽ നമുക്ക് വിശിഷ്ട അതിഥിയായി എത്തിയേക്കുന്നത് അറാസ് മെഡിക്കൽ ഗ്രൂപ്പിൻ്റെ ഫൗണ്ടർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ KC ബാബു ആണ്. നമുക്ക് അദ്ദേഹത്തെ ഈ സെഗ്മെൻറ്റിലോട്ട് സ്വാഗതം ചെയ്യാം. അറാസ് എന്ന് പറയുന്ന പേര് ഇട്ടിരിക്കുന്നതിന് എൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രൊഫഷനോടുള്ള ബന്ധത്തിലാണ്. ഒന്ന് അനസ്തീഷ്യ, റെസ്പിറേറ്ററി, ആർക്കിടെക്ചറൽ സിസ്റ്റം, അതിൽ നിന്ന് രൂപപ്പെട്ടാണ് അറാസ് എന്ന് പറയുന്ന പേര്. അപ്പോൾ എൻ്റെ പ്രൊഫഷനോടുകൂടെ തന്നെ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ജോലിയോടനുബന്ധിച്ചുള്ള പേര് തന്നെയാണ് ഞാൻ ഇതിനിട്ടിരിക്കുന്നത്. പക്ഷേ ഇത് പല രീതിയിലും പല ലൈനിലെ ആൾക്കാർ അതിനെ വ്യാഖ്യാനിക്കാറുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ അതിന് പേരിട്ടിരിക്കുന്നത് അനസ്തീഷ്യ എന്ന് പറഞ്ഞാൽ ഈ ഗ്യാസ് കൊണ്ടാണ് അനസ്തീഷ്യ കൊടുക്കുന്നത്. റെസ്പിറേറ്ററി, ഇന്നത്തെ കൊറോണ വൈറസിൻ്റെ 100% സപ്പോർട്ട് ചെയ്യുന്നത് റെസ്പിറേറ്ററിയിൽ കൂടെ കൊടുക്കുന്ന ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന അത് ഈ പറയുന്ന ഈ സിസ്റ്റത്തിൽ കൂടെയാണ്. അപ്പം മെഡിക്കൽ ആൻഡ് ലബോറട്ടറി ഗ്യാസ് സിസ്റ്റം എന്ന് പറയുന്നത് ഞങ്ങളുടെ മെയിൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒന്ന് ഓക്സിജൻ സിസ്റ്റം, നൈട്രസ് ഓക്സൈഡ്, മെഡിക്കൽ എയർ, സർജിക്കൽ എയർ, ഓക്സിജൻ ആൻഡ് നൈട്രസ് ഓക്സൈഡ് മിക്സർ, വാക്യൂം, അനസ്റ്റാറ്റിക് ഗ്യാസ് കവഞ്ച് സിസ്റ്റം, അസോസിയേറ്റഡ് നേഴ്സ് കോൾ സിസ്റ്റം, പിന്നെ അതുപോലെ തന്നെ നമുക്ക് പല രീതി ന്യൂമാറ്റിക് സിസ്റ്റം, പിന്നെ ഓപ്പറേഷൻ തിയേറ്റർ, പിന്നെ പെൻഡൻസ്, ബെഡഡ് യൂണിറ്റ്സ്, ഫ്ലോമീറ്റേഴ്സ്, റെഗുലേറ്റേഴ്സ്, അസോസിയേറ്റഡ് മെഡിക്കൽ ആൻഡ് ലബോറട്ടറി ഗ്യാസ് സിസ്റ്റത്തോടെ തന്നെ ഉള്ള ഒരു ഇതാണ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഈ നമ്മൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ തുടങ്ങി ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിലും അതിൻ്റെ അസോസിയേറ്റഡ് പ്രൊഡക്റ്റും, ഇത് മാത്രമല്ല ഡിസ്പോസിബിൾസ് ആൻഡ് കൺസ്യൂമബിൾസ്, ഇതും ഇതിൻ്റെ പാർട്ട് ഓഫ് ദ ബിസിനസ്സാണ്. എല്ലാം കൂടെ ചേർന്ന ഒരു സ്ഥാപനമാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഡിസ്പോസിബിൾ നീഡിൽ മുതൽ MRI വരെ നമുക്ക് കൊടുക്കാനുള്ള സാധ്യത ഈ സ്ഥാപനത്തിലെ പ്രൊഫഷനുണ്ട്. പിന്നെ ഇതിന് മെയിനായിട്ടുള്ളത് പറയുന്നത് ഓക്സിജൻ എന്ന് പറയുന്ന ഒരു ഗ്യാസ് ലൈഫ് സേവിങ് ഗ്യാസാണ്. അതിനോടനുബന്ധിച്ചുള്ള ഏതെല്ലാം മെഡിക്കൽ ആൻഡ് ലബോറട്ടറി ഗ്യാസ് സിസ്റ്റമുണ്ടോ അതെല്ലാം മനുഷ്യനെ സേവ് ചെയ്യാൻ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ജീവികളെ ജീവിപ്പിക്കാൻ പറ്റുന്ന ഒരു ഗ്യാസ് സിസ്റ്റം ആയതുകൊണ്ട് ഇതിനെ ഞങ്ങൾ പറയുന്നത് ലൈഫ് സേവിങ് ഗ്യാസ് സിസ്റ്റം. ഇൻ സയൻറ്റിഫിക്കലി വി ആർ പ്രൂവിങ് ദാറ്റ് വി ആർ പ്രൊഫഷണലി വി ആർ എ ലൈഫ് സേവർ. അപ്പം ഈ പ്രൊഫഷൻ കൊണ്ട് നമുക്ക് എത്രയോ ജനങ്ങളെ ജീവനിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുന്ന ഒരു പ്രൊഫഷനാണ് ഈ പറയുന്ന മെഡിക്കൽ ആൻഡ് ലബോറട്ടറി ഗ്യാസ് എഞ്ചിനീയറിംഗ് ഇൻഫ്രാസ്ട്രക്ചറൽ സിസ്റ്റം ഇൻ്റഗ്രേഷൻ. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇത് ഇനിയും അടുത്ത തലമുറയ്ക്കും മാത്രമല്ല ലോകം ഉള്ളിടത്തോളം കാലം ഈ കൊറോണയെ പോലുള്ള ഒരു വൈറസോ ഒരു ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ബാക്ടീരിയയോ ലോകത്തിൽ ഉണ്ടാകുകയാണെങ്കിൽ ഇനിയും ഉണ്ടാകുകയോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ അതിനെ അതിജീവിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് മെഡിക്കൽ ആൻഡ് ലബോറട്ടറി ഗ്യാസ് സിസ്റ്റം.
ആദ്യം തുടങ്ങുമ്പോൾ ഞങ്ങളുടെ അടുത്ത തൊട്ടക്കടകളിൽ സൂപ്പർ മാർക്കറ്റുകളുണ്ട്, അവിടെ പോയിട്ടില്ല. അപ്പോൾ അവിടെ പോയിട്ട് ആൾക്കാർക്ക് ആദ്യം വെറും സിംഗിൾ പാക്കറ്റായിരുന്നു, ഇത്ര ഇതായതല്ല, വെറും വെള്ള സിംഗിൾ പാക്കറ്റ്. അത് കൊടുത്തിട്ട് ആൾക്കാർക്ക് വാങ്ങാനൊരു ഇത് ആരാ ഉണ്ടാക്കണമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ അറിയുന്ന ഒരു കുട്ടിയാണ്. കുട്ടി പറഞ്ഞു, അപ്പോൾ ചേച്ചി അവിടെ മാവ് ഇറങ്ങിയിട്ടുണ്ട്, അത് ഏതാ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ എന്നാൽ പിന്നെ നമുക്ക് വാങ്ങാമല്ലോ. അപ്പോൾ എന്താ അറിയുമോ, എല്ലാവർക്കും ഒരു വിശ്വാസം, നമ്മൾ അത് ചെയ്യുകയാണെങ്കിൽ അത് അത്രയും വൃത്തിയിലും വെടുപ്പിലും ആയിരിക്കാം അത് ചെയ്യണത്. അത് വീട്ടിലാണെങ്കിൽ ശരി, ഒരു വീട് വന്ന് നോക്കുമ്പോൾ തന്നെ ആ മിറ്റം തെളിച്ച് ഒരു കോലൂട്ട വിളക്ക് കൊളുത്തി വെച്ച് ഒരു ഐശ്വര്യം, മനസ്സിലായില്ലേ? അതിലാണ് നമ്മുടെ, ഞാൻ എന്തൊരു കാര്യം പറയണം, നമ്മുടെ വീടും പരിസരവും വൃത്തിയായിരിക്കണം, എന്നാലേ അവിടുത്തെ കമ്പനി ഒന്ന് വൃത്തിയാവുള്ളൂ. ഇവിടെ വന്നാലും ശരി, എല്ലാവരെ കൊണ്ടും നോക്കും, അവർക്ക് നേരമില്ലെങ്കിൽ ഞാൻ ചെയ്യും, അങ്ങനെ എന്നവരെ ചെയ്യണമെന്ന് അങ്ങനത്തെ ഒന്നുമില്ല എല്ലാം. അതുകൊണ്ട് എല്ലാവർക്കും വലിയ കാര്യമാണ്. മിന്നോസിൻ്റെ അമ്മയുടെ റോള് പറഞ്ഞാൽ മാവ്, ഇഡ്ഡലി ദോശ മാവ് നല്ല ഫസ്റ്റ് ക്വാളിറ്റിയിൽ അരച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അതിൽ എങ്ങനെ വെള്ളം ചേർക്കണം, ഉലുവ എത്ര, ഉഴുന്ന് എത്ര, അങ്ങനെ എല്ലാം ഫസ്റ്റ് ക്വാളിറ്റിയാണ്. അരി, ഉഴുന്ന്, ഉലുവ. യോഗ ഞാൻ 2003 തുടങ്ങിയതാണ്, ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ യോഗ. പിന്നെ എല്ലാ യോഗകളും എല്ലാ ഗുരുജിമാരായിട്ടും ഞാനിതായിട്ടുണ്ട്. പിന്നെ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ എല്ലാ കോഴ്സുകളും കഴിഞ്ഞതാണ്. ഇവിടെ ഒന്നും വേണ്ട, ഞാൻ സ്റ്റാഫുകൾക്ക് ദിവസം രാവിലെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും നിർത്തും, ചെറിയൊരു ധ്യാനം, ചെറിയൊരു പ്രാണായാമം ഒക്കെ പറഞ്ഞ് ആ ഒരു മെഡിറ്റേഷനോട് കൂടിയിട്ടാണ് നമ്മളിത് വർക്ക് ചെയ്യുക. പിന്നെ ഞാൻ സൗജന്യമായിട്ട് യോഗ പറഞ്ഞു കൊടുക്കേണ്ട എല്ലാവർക്കും. വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു ഹാള് കിട്ടിയിട്ടുണ്ട്, അത് അടുത്തുള്ളവരൊക്കെ വന്നിരിക്കും. യോഗ എൻ്റെ മെയിൻ ഇതാണ്. കാരണം എന്താ പറയുക, യോഗ ഇല്ലാണ്ടൊന്നും ശരിയാവില്ല. യോഗ ചെയ്തുകൊണ്ടാണ് എനിക്കിപ്പോഴും ആ എനർജി, പോസിറ്റീവ് എനർജി, രാവിലെ എണീക്കാനും ചെയ്യാനും കൊടുക്കാനും ഒരാൾ ചെയ്യണമെന്നില്ല, എല്ലാം ഞാൻ മുന്നിൽ നിന്ന് ചെയ്യാനും ആ എനർജി കിട്ടണത് യോഗ. ഞങ്ങളിത് ആദ്യം തുടങ്ങുന്നതിന് മുമ്പ് ഒരു 7 കൊല്ലം മുമ്പേ ഞാനതൊരു ബ്ലെസ്സിങ് കോഴ്സിന് പോയിരുന്നു. അവിടെ തിരൂർ ഒരു ബ്ലെസ്സിങ് കോഴ്സിന് പോയപ്പോൾ അവിടെ ഞങ്ങളെ പഠിപ്പിക്കുന്ന ഒരു ഗുരുജിയുടെ വീട്ടിൽ ഞങ്ങളെല്ലാവരും കിടന്നത്. അപ്പോൾ അവിടെ അരി ഉഴുന്ന് ഇട്ടത് അവർക്ക് അരയ്ക്കാൻ, ആ ചെറുപ്പം കുട്ടികൾക്കൊന്നും അത് അരയ്ക്കാൻ എടുക്കാനില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തിനാ, ഒരു പ്രശ്നമുണ്ട്, അവരിങ്ങനെ ഒന്നിച്ച് അരി ഉഴുന്നൊക്കെ കൂടി ഒന്നിച്ചിട്ട് അരയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെയല്ല അരയ്ക്കാം, അത് വേറെ അരി വേറെ ഉഴുന്നിട്ടിട്ട് അരച്ച് ഇഡ്ഡലി ഉണ്ടാക്കാൻ പറഞ്ഞു. അന്നത്തെ ദിവസം ഞങ്ങൾ 6 ദിവസത്തെ കോഴ്സായിരുന്നു അവിടെ. അപ്പോൾ അങ്ങനെ 2 ദിവസം ചെയ്തു. അവർ പറഞ്ഞു, സൂപ്പർ ഇഡ്ഡലിയാണ് കേട്ടോ പറഞ്ഞു. അപ്പോൾ ഗുരുജിക്ക് വേണ്ടി ഞാനത് അവിടെ സമർപ്പിച്ചു. കാരണം എന്താ പറയുക, എല്ലാവരും ഈ മെഡിറ്റേഷൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് യോഗയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുകയാണ്. ഞാൻ എന്തായാലും രാത്രി ഒരു 11 മണിക്ക് ഇതൊക്കെ അരച്ച് ശരിയാക്കി വെച്ചു. അതിനുശേഷം വന്നിട്ടാണ് ഞാനിത് തുടങ്ങിയത്. അപ്പോൾ അവർ ഗുരുജിയുടെ അനുഗ്രഹം കൂടിയിട്ടായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. എനിക്ക് ഇതൊക്കെ ഇങ്ങനെ വരാൻ കാരണം ഗുരുജിയുടെ അനുഗ്രഹം തന്നെയാണ്. അല്ലാണ്ട് നമുക്കിപ്പോൾ ഈ അരി ഉഴുന്നിനെ പറ്റി ഇത്രയും ആകണമെങ്കിലും പിന്നെ എവിടെ കൊടുക്കുകയാണെങ്കിലും മോനും തന്നെ നല്ല ഇത്തിരി എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞങ്ങൾ മാവ് ആർക്കും കൊടുക്കില്ല. അത് പശുക്കൾക്കോ എന്തിനും നല്ല സാധനം മാത്രമേ കൊടുക്കുള്ളൂ. നമുക്കെന്താ പറയുക, നമുക്കൊരു തൃപ്തിയാണ് ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നെന്ന് പറയണം, ഇല്ലേ? അതാണ് നമുക്ക് ഏറ്റവും വലുത്. ഇനി ഒരാഗ്രഹം, ഈ മിന്നോസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ്. ഒരു കാരണവശാലും ഇതിലൊരു കെമിക്കലും ഇല്ല. അത് നമുക്ക് അത്ര ധൈര്യത്തോട് കൊടുക്കണതാണ്. എന്തെങ്കിലും ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആർക്കും കൊടുക്കില്ല. ഫസ്റ്റ് ക്വാളിറ്റി മാവും കാര്യങ്ങളാണ് കൊടുക്കണം. ഇങ്ങനെ ഈ ഓരോ ഉൽപ്പന്നങ്ങളും നല്ല ഞങ്ങൾ ടേസ്റ്റ് നോക്കി നന്നായിട്ടുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവരുടെ കയ്യിലെത്തിക്കുള്ളൂ. ഇതുവരെ ഞാൻ ആർക്കും ഒരു സാധനം നമുക്ക് പറ്റാത്തൊന്നും ഒരാൾക്ക് കൊടുക്കില്ല. നല്ല സാധനം ഞങ്ങൾ വീട്ടിൽ ഉപയോഗിച്ച് നോക്കിയിട്ട് മക്കൾക്ക് കൊടുത്തിട്ട് അത് നന്നെന്ന് തോന്നിയാൽ മാത്രമേ എല്ലാവർക്കും കൊടുക്കുള്ളൂ. അല്ലാണ്ട് ഒരു സാധനം ആകാത്തതാണ് കൊടുക്കില്ല. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിലമ്പൂരുള്ള ടീം മിന്നോസ് ഫുഡ് പ്രൊഡക്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ വിശേഷങ്ങളാണ്. ഈ എക്സൈറ്റിംഗ് ആയിട്ടുള്ള വിശേഷങ്ങൾ മുൻപോട്ട് അടുത്ത എപ്പിസോഡിലും തുടരുന്നതായിരിക്കും. ഇറ്റ്സ് മീ സൈനിങ് ഓഫ് RJ ജോബി. മസ്സലാം. മറ്റൊരു എപ്പിസോഡിൽ കാണാം. ബൈ. Aris Group UAE. Aris Group of companies provide solutions for healthcare sector, industrial sector and hospitality sector. Aris Group. Call 971424457. മിന്നോസിന്റെ റെഡി ടു കുക്ക് ഇഡ്ഡലി ദോശമാവും ചട്നിപ്പൊടിയും ഉണ്ടെങ്കിൽ ഉറപ്പാണ് ബ്രേക്ക്ഫാസ്റ്റ് നന്നാകും. മിന്നോസ്, നിങ്ങളുടെ ഹൃദയം പോലെ പരിശുദ്ധമായത്. അറേബ്യൻ നാടുകൾക്ക് നവോന്മേഷം പകരുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച ചായ ഹൈ ടീ ഫൈൻ ക്വാളിറ്റി. Hello and welcome to Eurotravel's Visa Change Details. 90 days visa change rate is only 1299 dirhams.
and 30 days visa change rate is only 1049 dirhams. We assist you with your air ticket, hotel bookings and UAE tourist attractions. Contact us for more details. Wide variety of delicious dishes instantly. Sharavana Instant Cook. Quality without compromise. Gulf Brothers Hair Fixing. Wipe your baldness forever. ഞാൻ ധാരാളം ഓഡിറ്റോറിയത്തിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇത്രയും സൗണ്ട് പ്രൂഫായിട്ടുള്ള ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഓഡിറ്റോറിയം ഇത് ഫുള്ളി എയർ കണ്ടീഷൻഡ്, അതിൽ പാട്ട് പാടാം, അതുപോലെ തന്നെ എല്ലാ കലാപരിപാടികളും നടത്താം, എക്കോ ഇല്ല. എൻ്റെ വീട്ടിലെ പല കല്യാണങ്ങളും പാർട്ടികളും ഇവിടെ ഞാൻ നടത്തിയിട്ടുണ്ട്. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. ഇഷ്ടംപോലെ ഇവിടെ പാർക്കിംഗ് സൗകര്യവും പുള്ളി ഒരുക്കി. ഇപ്പോൾ ഇതിനകത്തൊരു മോസ്റ്റ് മോഡേൺ ഒരു 5 സ്റ്റാറിന് അപ്പുറത്തേക്ക് പോകുന്ന തരത്തിലുള്ള ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങി. ഇത് കേരളത്തിന് തന്നെ ഒരു അഭിമാനമായ ഒരു പ്രസ്ഥാനമായി വളർന്നു വരും. നല്ല ഭക്ഷണം, രുചികരമായ ഭക്ഷണം സംതൃപ്തിയോടെ കഴിക്കുന്നതിന് അസീസിയയിലെ ഈ റെസ്റ്റോറൻറ്റ് വളരെ നല്ലതാണ്. തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും ഞാൻ അസീസിന് ഈ അവസരത്തിൽ നേരുന്നു. So the event was meticulously organized. The light, the flowers, the all together, the expression that you guys conveyed us through the event, it is inexplicable. വളരെ സന്തോഷമായി. ഒരു പെട്ടെന്നുള്ളൊരു സർപ്രൈസ് ആയിരുന്നു ഈ സ്റ്റേജ് ഡെക്കറേഷൻ. അതുപോലെ തന്നെ ആൾക്കാർ വന്നിട്ടുള്ള അവിടെ ആ ഒരു കോവിഡ് പ്രോട്ടോകോൾസ് എല്ലാം വെച്ചിട്ട് എല്ലാവരും വന്നതും event altogether വളരെ it was well planned and beautifully executed. ഒരു സിമ്പിൾ പരിപാടി നടത്താൻ എനിക്ക് തോന്നുന്നു അസീസി has immensely shown gratitude towards its customers. I thank the entire team for making this day very beautiful and wish you all the best. Thanks. ഇവിടെ ഒരുപാട് പരിപാടികൾക്ക് പാടാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അസീസിയ എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഏറ്റവും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വേദിയാണ്. എന്നെ സംബന്ധിച്ച് ഇതൊരു ഹോം ഗ്രൗണ്ടാണ്. ഈ അസീസിയ എന്ന ഈ ഏറ്റവും എറണാകുളത്തെ പ്രധാനപ്പെട്ട ഒരു കൺവെൻഷൻ സെൻറ്ററിൻ്റെ ഏറ്റവും അടുത്ത് താമസിക്കുന്ന കലാകാരനും ഞാൻ തന്നെ ആയിരിക്കാം. അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. സൗണ്ട് എക്യുപ്മെൻറ്റ്സ് വളരെയധികം നിലവാരം പുലർത്തുന്ന സൗണ്ട് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, ലൈറ്റ്സ് ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും. ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. പിന്നെ റെസ്റ്റോറൻറ്റ് കാര്യം പറയേണ്ട കാര്യമില്ല. വളരെ ഡിലീഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ക്വാളിറ്റിയുള്ള ഓർഗാനിക് ഫുഡ് സപ്ലൈ ചെയ്യുന്ന റെസ്റ്റോറൻറ്റും അതുപോലെ ഇവിടെ ഷോപ്പും സൂപ്പർ മാർക്കറ്റും എല്ലാമായിട്ട് ഞാൻ ഏറ്റവും അധികം എൻ്റെ വീട് കഴിഞ്ഞാൽ എറണാകുളത്ത് സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് അസീസിയ എന്നുള്ളത് നിസ്സംശയം പറയാം.
എല്ലാ മാന്യ പ്രേക്ഷകർക്കും എഡ്യൂക്കേഷണൽ പ്ലസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം എഡ്യൂക്കേഷണൽ പ്ലസിലുള്ളത് ചെമ്പക എഡ്യൂക്കേഷൻസിൻ്റെ ചെയർമാനും അഥീന എഡ്യൂക്കേഷൻസിൻ്റെ മാനേജിംഗ് ഡയറക്ടറുമായിട്ടുള്ള മിസ്റ്റർ VNP രാജ് സാറാണ്. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ സാറ് പറഞ്ഞിട്ടുണ്ട് ഫ്രീഡം നമ്മൾ സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ഒരുപോലെ കൊടുക്കണമെന്ന്. പക്ഷേ ഒരു സിലബസ് നോക്കുമ്പോൾ ആ സിലബസ് ആ ഫ്രീഡത്തിനെ ലിമിറ്റ് ചെയ്യുന്നതായിട്ട് സാറിന് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഒരു അധ്യാപകന് ഒരു കാരണവശാലും സ്കൂളിൽ വരുമ്പോൾ ആവശ്യം ഇല്ലാത്തൊരു കാര്യം ഭയമാണ്. ഇപ്പോൾ സ്കൂളിൽ വരുമ്പോൾ പ്രിൻസിപ്പാൾ വഴക്ക് പറയും, മറ്റേ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് വഴക്ക് പറയും, പഠിപ്പിച്ചത് ശരിയായില്ല, പോർഷൻ തീർത്തില്ല, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ആവലാതി പഠിപ്പിച്ചാലേ ഈ അധ്യാപകൻ എങ്ങനെ പഠിപ്പിക്കും? അപ്പോൾ നമുക്കിതൊക്കെ വേണം, പക്ഷേ അത് അധ്യാപകനെ പേടിപ്പിച്ചിട്ടല്ല. ആദ്യം ഒരു സ്കൂളിന് അധ്യാപകന് കൊടുക്കാൻ കഴിയേണ്ടത് ടീച്ചിങ് ഫ്രീഡമാണ്. പഠിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക. അത് ദുസ്വാതന്ത്ര്യമാകരുത്, അങ്ങനെ അതിനെ വ്യാഖ്യാനിക്കല്ലേ. അധ്യാപകന് ഇഷ്ടമുള്ള രീതിയിൽ പഠിപ്പിച്ചോളൂ. ഇന്ന് കുട്ടികളെ മാഞ്ചോട്ടി കൊണ്ടിരുത്ത് പഠിപ്പിക്കണമെങ്കിൽ മാഞ്ചോട്ടി പഠിപ്പിച്ചോളൂ. നാളെ നിങ്ങൾക്ക് തിരുവനന്തപുരം കാഴ്ച ബംഗ്ലാവിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി പഠിപ്പിച്ചോളൂ. നിങ്ങൾ എങ്ങനെ പഠിപ്പിച്ചാലും സാമൂഹിക നിയമങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് സർവ്വസ്വാതന്ത്ര്യവും അധ്യാപകന് ആദ്യം കൊടുക്കുക. അതോടുകൂടി തന്നെ അധ്യാപകൻ്റെ മുഖം വികസിക്കും, അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം വരും. സ്വാതന്ത്ര്യമില്ലാത്ത ഒരാളിന് ചിന്തിക്കാൻ പറ്റില്ലല്ലോ. സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ ഒരു സ്കൂളിൻ്റെ മാനേജ്മെൻറ്റും പ്രിൻസിപ്പാളും അധ്യാപകരും തങ്ങളിലുള്ള റിലേഷൻഷിപ്പ് ഒരു സ്ലേവറി ആയിപ്പോയാൽ, ഒരു അടിമത്വം ആയിപ്പോയി കഴിഞ്ഞാൽ അവിടെ ആ അധ്യാപകന് വലിയ റോളൊന്നുമില്ല. അധ്യാപകൻ നിങ്ങൾ ഇന്ന കണക്ക് പഠിപ്പിച്ചിരിക്കണം, പിള്ളേർക്ക് എല്ലാം 95 കിട്ടണം എന്നൊക്കെ പറഞ്ഞാൽ ആ അധ്യാപകൻ ഈ കാറ്റുപോയ ടയറായിപ്പോവും. ഗിവ് ദ ഫ്രീഡം. ആദ്യത്തെ ആവശ്യമാണ് അധ്യാപകന് ഫ്രീഡം കൊടുക്കുക. രണ്ടാമത് അധ്യാപകർ ഒന്നിച്ച് കാര്യങ്ങളെ വിലയിരുത്താനുള്ള പരിപാടികൾ. അവരൊന്നിച്ച് പോയി തങ്ങളിലൊരു കോമ്പറ്റീഷനും ഇല്ല എന്നുണ്ടെങ്കിൽ അധ്യാപകരെല്ലാം കൂടെ ഒന്നിച്ചിരുന്നിട്ട് ഒരു വർഷത്തെ കരിക്കുലം, ഒരു വർഷത്തെ തീം എന്താണ്, അഡ്വാൻസായിട്ട് ലെസൺ പ്ലാൻ സഹിതം അവർ ചെയ്തിട്ടായിരിക്കും പോവുക. ബിക്കോസ് അവർ തങ്ങളിൽ ഒരു അകലങ്ങളുമില്ല, അവരെല്ലാം ഒരുമാതിരി നിൽക്കുന്നു. ഒരാൾ ഒരു പ്രശ്നമുണ്ടെങ്കിൽ മറ്റൊരാൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നു. അത് ആണ് അധ്യാപകന് വേണ്ട രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം പലതരം വിഷയങ്ങൾ. ഇംഗ്ലീഷ് അധ്യാപകൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിന് കണക്ക് അധ്യാപകനുമായിട്ട് ചേർക്കാൻ പഠിക്കണം. കണക്ക് അധ്യാപകൻ സയൻസുമായിട്ട് ചേർക്കാൻ പഠിക്കണം. ഇതെല്ലാം കൂടെ ഒന്നിപ്പിക്കുമ്പം കുട്ടിക്ക് കിട്ടുന്നതാണ് കളിക്കാൻ പഠിക്കൽ. ഇതെല്ലാം കൂടെ ചേർന്ന് തന്നെ കളിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ചെയ്യൽ. ഏത് ചെയ്താലും ഒരു വിഷയം മാത്രം എടുത്തുകൊണ്ട് കുട്ടിക്കൊരു പ്രോജക്റ്റ് ആക്കരുത്. എല്ലാ അധ്യാപകരും കൂടിയിരുന്ന് ആലോചിച്ചിട്ട് എന്ത് തരം പ്രോജക്റ്റ് കൊടുക്കണം എന്നാലോചിച്ച് കഴിഞ്ഞാൽ അധ്യാപകന് പഠിപ്പിക്കാൻ വളരെ കൗതുകവും രസകരവുമായിരിക്കും. അധ്യാപകൻ എന്നും നല്ലൊരു അധ്യാപകനായി പ്രവർത്തിക്കാൻ പറ്റും. ആ ഒരു സംസ്കൃത ശ്ലോകം, അതെൻ്റെ മനസ്സിടയ്ക്കൊന്ന് മാറിപ്പോയത്, ആ ശ്ലോകം തന്നെ ആരും ശരിക്കറിയാതെ പോയിട്ടുണ്ട്. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഗുരു ഇതെല്ലാമാണ്. ഇതെല്ലാം ആകാനുള്ള ഗുരു സ്വാതന്ത്ര്യം കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഗുരുക്കന്മാരെ കിട്ടും. ഇതിനകത്ത് ഒരു കാര്യം കൂടെ പറയാതെ പോകാനൊക്കില്ല. ഗുരുവിൻ്റെ ഉദ്ദേശം എപ്പോഴും കുട്ടികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക എന്നുള്ളതാണ്. കുട്ടികൾ സ്വയം അവരുടെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. കുട്ടികളെ എക്സൈറ്റ്മെൻറ്റിലൂടെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഇതെല്ലാം ഒരു അധ്യാപകന് സാധ്യം ആകണമെന്നുണ്ടെങ്കിൽ ഒരു മഹാഭാരത കഥയും കൂടെ അവിടെ പറയാനുണ്ട്. അതായത് പാണ്ഡവന്മാരെയും കൗരവന്മാരെയും ഗുരുവായി വന്ന ഗുരുദ്രോണർ ഭീമ നീ ഇത് പടി, അർജുന നീ ഇത് പടി, ദുര്യോധന നീ ഇത് പടി ഒന്നും പറഞ്ഞില്ല. ഞാൻ ഗുരുവാണ്, ദാണ്ട് ഇതൊക്കെയാണ് എനിക്കറിയാവുന്നുള്ള സാധനങ്ങൾ ഇത് അവിടെ നിരത്തി വച്ചിട്ടുണ്ട്, നിനക്കിഷ്ടമുള്ളത് എടുത്ത് പഠിക്കണേന്നേ പറഞ്ഞോളൂ, എനിക്കറിയുന്നതെല്ലാം പറഞ്ഞു തരാമെന്ന്. അപ്പോൾ ഗുരുവാര ഇഷ്ടമില്ലാത്ത വിഷയങ്ങൾ കുട്ടിയെ പഠിപ്പിച്ച് കൊല്ലരുത്. കുട്ടിയുടെ ഇഷ്ടപ്രകാരം പഠിക്കാനുള്ള
അവസരം കൊടുക്കണം. ഏതെങ്കിലും ഒരു വിഷയത്തിന് അവൻ ഇച്ചിരി മോശമാണെങ്കിലും ഒന്നുകൊണ്ടും പേടിക്കണ്ട, അവനിഷ്ടമുള്ള വേറെ ഒരുപാട് വിഷയങ്ങൾ കാണും. കണക്ക് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, സയൻസ് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അവനൊരു വാസനയുണ്ട്, അത് കണ്ടെത്താൻ ഒരു ഗുരുവിന് കഴിയണം. ആ വാസന കണ്ടെത്തി കഴിഞ്ഞാൽ ആ വാസനയ്ക്ക് 4 വശവും കൊണ്ട് മാത്സും സയൻസും ഇംഗ്ലീഷും കൊണ്ട് വച്ചു കൊടുക്കണം. വളരാനുള്ള സയൻസ് പഠനമല്ല, വളരാനുള്ളത് മാത്സ് പഠനമല്ല, ഇംഗ്ലീഷ് പഠനമല്ല, ഹിസ്റ്ററി പഠനമല്ല, വളരാനുള്ളത് അവൻ്റെ ടാലൻ്റാണ്. ഈ ബാക്കി എല്ലാ വിഷയങ്ങളും ആ ടാലൻറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ അവൻ ഏത് എൻട്രൻസും പാസ്സാവും. അതിനെപ്പറ്റിയൊന്നും ഒരു സ്കൂളിന് വ്യാകുലപ്പെടാനില്ല. ഇന്നത്തെ എഡ്യൂക്കേഷണൽ പ്ലസ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. താങ്ക് യു. Gulf Brothers Hair Fixing. Wipe your baldness forever. Aris Group UAE. Aris Group of companies provide solutions for healthcare sector, industrial sector and hospitality sector. Aris Group. Call 971424457. Wide variety of delicious dishes instantly. Sharavana Instant Cook. Quality without compromise. Hello and welcome to another segment with Aras Medical Devices Exclusive as we continue on our journey of exploring medical devices. My name is K.C. Babu, Managing Director of Aras Medical Devices and Equipment Co. LLC. Today we are going to cover the oxygen scarcity in all over the world. The reason one is that because many patients are dying because of the coronavirus, and there are some places are not available oxygen. But we have a new system. It's not a new system, it is more than, actually we introduced in the market in 1982, but because of the availability of the oxygen or as a liquid oxygen or a gas available in the market, therefore that is this place is called, or the product is called PSA unit, processing absorption unit, which is available from many years ago, but it's not in the market. Is available because of the availability of the oxygen is more in the country wherever we are actually now operating. Because now the coronavirus is made, everybody is in panic. Because now the early days, we were using like 1 liter or 2 liter per minute or 3 liter per minute. Now it is actually giving, we are starting from 5 liter to almost 80 liter oxygen people are consuming. That's why the doctors are giving a guidance how to use the oxygen. Also that is a gas itself, not the liquid. Therefore we are telling that if you are using this PSA unit in the hospital, it will be more advantageous, and it is available at the site itself, that we call on-site production. So that is a PSA unit. Then you are actually giving this through the manifold. You can fill the cylinder from this oxygen. If there is a oxygen excess is there, you can fill that to the whatever the cylinders are available. You can fill up that from the small size cylinder to big size, like a J size cylinder, like a 6,008 liter capacity of the cylinder. You can fill and keep it for the rest of the area. You can use that, or supplying to other hospitals. You can do that. But also that we are talking about the triple system. Like we are talking about the oxygen. You got a compressor. We can use a single compressor also. You can use a duplex compressor. You can use. You can triplex compressor use. But it will be better that if you use a triplex system with a primary and secondary oxygen generator or a PSA unit with all the facilities. Okay, you can see that what are the connections are with the, you got a gauges
you got a non-return valves, you got a solenoid valves, you got a safety valves, you got a flow regulating valves. Everything has to be prepared according to the flow requirements. But that's what the engineer's job is there. But this actually specialized in the medical gas system engineering infrastructure. Therefore, we should take a very good care to save the patient from this coronavirus. That's what we are talking about. We need to provide this all the system. What we are talking about, like you got almost 9 systems are here. One is a compressor. Then you got a activated carbon filters. Then you got a tank. Then you got a primary the oxygen PSA. Then you got a secondary oxygen PSA. Then you got an oxygen tank. Then you got a cylinder filling facilities. Then you can see this. Also, you can see this area that we put another cylinder which you can fill it as a standby or a secondary. We can do that. This is what the system which is using in the hospital. Therefore, kindly go with the proper engineers, proper healthcare engineers to design the system. What we are talking about, we are specialized in almost 46 years in the country. We are covering from the Dubai, UAE, also we are in the Middle East or in the Africa, and also the part of the India we are covering this system. Therefore, kindly call us for a design, and we will be able to make the system for you, suitable system for you. All the facilities should be given according to the requirements of the patient at the moment. We are there to help you. Therefore, please call us in the future. Any requirements you feel it, please call us. Thank you very much. ഫോക്കസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും ഇന്നത്തെ ഫോക്കസ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട മെയിൽ ID focus123@gmail.com. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. Till then, this is Nisha Yusuf signing off. Bye-bye. Take care. Focus. Presented by Gulf Brothers Hair Fixing. Wipe your baldness forever. And powered by Azizia Organic World. Aras Group, Focus. This program is brought to you by Chembaga Group of Institution and Vivekananda Memorial Public School. Co-powered by Aras Group in association with Pace Group, Grand Hyper, Kuwait. Periyar Rice. Sharavana Instant Cook. Quality without compromise.